രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് അടുക്കളയെ കള്ളി കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം ഓടി വന്ന ശ്രുതിയാണ്. രവീന്ദ്രനും വന്നു. അങ്ങനെ എല്ലാരും കൂടെ നോക്കി നിൽക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും കൂടെ ഇറങ്ങി വരുന്നേ. പക്ഷേങ്കില് സച്ചിയും രേവതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യുക, അതാരാന്ന് കയറി നോക്കാൻ പറയാണ്. ഏതൊരു കള്ളിയാന്നല്ല പറഞ്ഞേ. പക്ഷെ രേവതിക്ക് ടെൻഷനായി. രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. അതിനകത്തേക്കാനും കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ വല്ല ആയുധം എന്തേലും ഉണ്ടോന്ന് അറിയത്തില്ല. അതൊക്കെ വെച്ച് തലക്കടിച്ചിട്ടുണ്ട്, പിന്നെ അതോടുകൂടി തീർന്നെന്ന് പറയണം. അത് കേട്ടപ്പം വർഷ പറഞ്ഞു, ആ അത് ശരിയായിട്ടുള്ളൊരു കാര്യം അച്ഛാന്ന് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യും? സച്ചി പറഞ്ഞു, അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കയറി നോക്കാന്ന് പറയണം. അങ്ങനെ അവസാനം എല്ലാവരുടെ എതിർപ്പിനെ അവഗണിച്ച് സച്ചി അകത്തേക്ക് കയറുമ്പോഴത്തേനും ശ്രീകാന്ത് അകത്തെ ലൈറ്റും കൂടെ ഓഫ് ചെയ്തു. ശ്രീകാന്തിന് ആകെപ്പാടെ നാണവാ. എങ്ങനെ എന്ത് ചെയ്യും? കാരണം ആ കോലത്തിലാ നിൽക്കുന്നേ. വർഷയുടെ ഒരു നൈറ്റി ഇട്ടോണ്ടല്ലേ നിൽക്കുന്നേ. എങ്ങാനും പിടി കൂടിയിട്ടുണ്ടെങ്കിൽ തന്റെ മാനം പോയ തന്നെ എല്ലാരും കൂടെ കളിയാക്കും. അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഈ വർഷയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയ ഒരു സമയം എന്നൊക്കെ ഓർത്ത് തല പോകഞ്ഞ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത്. അങ്ങനെ സച്ച അകത്തേക്ക് കയറിയിട്ട് അങ്ങ് ലൈറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ടർക്കി വെച്ച് തല ഇങ്ങനെ മൂടി പൊതി നിൽക്കുകയാണ്. അത് ശ്രീകാന്ത് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് നീ തിരിഞ്ഞിങ്ങോട്ട് വന്നോ, എന്നെ കൂടെ വരുത്തില്ലെന്ന് പറയണം. പക്ഷെ വരാൻ കൂട്ടാക്കില്ല. നിന്നോടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് ചോദിക്കാം. വരുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി, അപകടകാരിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്റെ നേരെ വല്ല ആയുധം പ്രയോഗിച്ച, ആയുധമൊന്നും കയ്യിലില്ലാന്ന് തോന്നുന്നേ. അങ്ങനെയാണ്, പേടിക്കേണ്ട കാര്യമില്ല. സച്ചി അങ്ങോട്ട് പുറകെ ചെന്ന് അങ്ങോട്ട് പിടിക്കുവാണ് ശ്രീകാന്തിനെ പിടിച്ച് നേരെ തിരിച്ചു നിർത്തി. പക്ഷെങ്കില് മുഖം ടവലും കൊണ്ട് മൂടിയതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതി ഒരു നോക്ക് പെരുങ്കള്ളിയെ നോക്ക്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും വിശ്വാസം വന്നില്ലല്ലോ. ഞാൻ എന്തോ കള്ളത്തരം പറയുന്ന, ഉറക്കപ്പിച്ച് പറയുന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി പറഞ്ഞു, ശരിയാ, എന്നാലും എങ്ങനെ ഇവള് ഇതിനകത്ത് കേറി എന്നൊക്കെ ചോദിക്കാണ്. ആ മുഖത്തെ ആ ടവലും കൂടെ മാറ്റാൻ പറയാണ് സച്ചിയോട്. അങ്ങനെ സച്ചി ആ മുഖത്തെ ടവലും കൂടെ മാറ്റി നോയിക്കഴിഞ്ഞപ്പോ ശ്രീകാന്ത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീകാന്ത് നീയോ എന്ന് ചോദിച്ചോണ്ട് രവീന്ദ്രനും ചന്ദ്രമതി എല്ലാരും ഞെട്ടിത്തെറിച്ചു പോകണം. നീ എന്താടാ ഈ വേഷത്തില് എന്ന് ചന്ദ്രമതി ചോദിച്ചു. അല്ല അത് പിന്നെ അമ്മേ, എടാ നിനക്കിത് എന്തു പറ്റി? നീ എന്താ വർഷയുടെ നൈറ്റി ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് അപ്പോഴേക്കുമാണ് വർഷ എന്തോയോ ഒച്ചപ്പാട് കേട്ട് നേരെ അടുക്കളയിലേക്ക് വരുന്നേ. അപ്പൊ ഇത്ര സമയം ചെവിക്കകത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചോണ്ട് വർഷ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷ അങ്ങോട്ട് വരുമ്പോ നൈറ്റി ഇട്ട് ശ്രീകാന്ത് നിൽക്കുന്നു. ചുറ്റും എല്ലാരും കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ ശ്രീകാന്തിനെ എല്ലാരും കൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വർഷേനെ എല്ലാരും കൂടെ നോക്കണം. വർഷയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു കാര്യം മനസ്സിലായി. വർഷയുടെ നേറ്റിയെടുത്ത് ശ്രീകാന്ത് ഇട്ടിരിക്കുന്നു. ശ്രീകാന്തിന്റെ ലുങ്കിയും ബനിയനും വർഷ എടുത്തിട്ടിരിക്കുന്നു. ഈ കോലം കണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ വർഷയെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ മോളെ ഇങ്ങനെ? നീ എന്താ ശ്രീകാന്തിന്റെ ബനിയനും ലുങ്കി എടുത്തിരിക്കുന്നു ചോദിക്കുക. അതിനെന്താ ആന്റി, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അതെ, ഞാൻ വെറുതെ ഒരു തമാശ വെച്ചാ. ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞു എന്റെ നൈറ്റി ഒന്ന് എടുത്തിടാൻ പറഞ്ഞു. ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെ ബനിയനും ലുങ്കി കൊടുത്ത് ഞാൻ നിൽക്കുന്നു. പിന്നെ ശ്രീകാന്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ശ്രീകാന്ത് എന്റെ നൈറ്റി ഒന്ന് എടുത്തിടാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി കാണിച്ചാന്ന് പറയണ. ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് വെറുതെ ഫണ്ട് കാണിക്കുന്നത്? അതെ, ഞാൻ പ്രസവിച്ച 3 ആൺകുട്ടികളെ അല്ലാതെ പെൺകുട്ടികളെ ഒന്നും അല്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ ചോദിച്ചു, അതിനെന്താ ആന്റി കുഴപ്പം എന്താന്ന് ചോദിക്കുക. ഇങ്ങനെ പെൺവേഷം കെട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്റെ മോനെന്ന് പറയാം. എന്റെ ആന്റി ഈ നൈറ്റി ഇട്ടെന്ന് ഓർത്തോണ്ട് ശ്രീകാന്ത് പെണ്ണാവത്തൊന്നുമില്ല. അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ ഈ ബനിയനിൽ ലുങ്കി കൊടുത്തെന്ന് ഓർത്തോണ്ട് ഞാൻ ആണാവാനും പോകുന്നില്ലെന്ന് പറയണേ. രേവതിക്ക് ഇത് കണ്ടപ്പോ ചിരിയാണ് വരുന്നത്. രേവതി സച്ചി അവിടെ നിന്ന് ചിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടുതലായി പോയിട്ടോന്ന് പറയണം. എന്റെ ആന്റി ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി കാണിച്ചാന്ന് പറയും. രവീന്ദ്രൻ പറഞ്ഞു, ഇത് വല്ലാത്ത കൂത്തായിപ്പോയി. ഇതൊന്നും എന്താണെങ്കിലും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ മുറി മതി, മുറിക്ക് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിലെ കാര്യങ്ങളല്ലേ. നിങ്ങൾ ബെഡ്റൂമിൽ എന്ത് കോലം വെള്ളം കാണിച്ചോ, പക്ഷേങ്കില് മുറിക്ക് പുറത്ത് അതിൻ്റെതായ അന്തസ്സും കാണിക്കേണ്ടെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. രവീന്ദ്രന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയപ്പോ ചന്ദ്രമതി പറഞ്ഞു, മോളെ ഇനി ഇമാതിരി കാട്ടായങ്ങളൊന്നും കാണിച്ചേക്കരുത് കേട്ടോന്ന് പറയണം. എന്നിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ആകെപ്പാടെ നാണം കെട്ട് ശ്രീകാന്ത് നിൽക്കുകയാണ്. വർഷയ്ക്ക് ഒരു കുലുക്കമില്ല. ശ്രീകാന്തിന്റെ അടുത്തേക്ക് സുധിയും സച്ചിയും കൂടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആ കൊള്ളാലോടാ, നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാനെന്നൊക്കെ പറയണം. പിന്നീട് ശ്രീകാന്തിനെ ചേർത്ത് പിടിക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ടാ വിടാൻ പറയണം. ആഹാ നല്ല ഭംഗിയുണ്ടല്ലേ പെണ്ണിനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ ഇട്ട് ഓടിക്കണം. ഇത് കണ്ടുകൊണ്ട് ശ്രുതിയും വർഷയും രേവതി അവിടെ നിന്ന് ചിരിക്കുകയാണ്. ശ്രീകാന്തിനെ വിടാൻ ഒരുക്കുമല്ലായിരുന്നു. ശ്രീകാന്ത് അതിലൂടെ എല്ലാം ഓടുക. അങ്ങനെ ചേട്ടനേജന്മാര് കിടന്നിട്ട് അവിടെ കിടന്ന് ഗുസ്തി പിടിക്കുകയാണ്.
അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് സച്ചി എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കളയിൽ രേവതിയുണ്ട്. നോക്കുമ്പോൾ തിരക്കിട്ട പണിയിലാണ്. ചായ വെക്കുന്നു. ഒരുമാതിരി പണികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ എപ്പോ നോക്കിയാലും നീ അടുക്കളയില് അല്ലെങ്കിൽ പൂ മാല കിട്ടുന്നതാടാ, എന്തെങ്കിലും ഒരു ജോലിയെ നിനക്കുള്ളോ? ഒരു മിനിറ്റ് നിനക്കൊന്ന് അടങ്ങിയിരിക്കാൻ സമയമില്ലെന്ന് ചോദിക്കും. അല്ല പൂ മേടിക്കാൻ പോണെന്നൊക്കെ നീ പറഞ്ഞില്ലായിരുന്നു രാവിലെ 5 മണിക്ക്. അതൊക്കെ ഞാൻ എപ്പോഴേ പോയി വാങ്ങിച്ചോണ്ടൊന്ന് വെച്ചു എന്ന് പറയണേ. വെച്ചോ? അതൊക്കെ ഞാൻ ചെയ്ത് സച്ചേട്ടാന്ന് പറയാ. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് പിന്നെ സച്ചേട്ടൻ അറിയാലോ, ഞാൻ ഇപ്പോഴൊന്നും അല്ല, ഇത് മുമ്പ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാ. രാവിലെ എഴുന്നേറ്റ് അയ്യോ വേണ്ടായേ, ഇനിയിപ്പൊ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ശ്വാസത്തിന് അങ്ങോട്ട് പറഞ്ഞു തീർക്കും. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, അത് ചെയ്യും ഇത് ചെയ്യും, അമ്മേനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം എനിക്ക് ശ്വാസം മുട്ടൂന്ന് പറയണം. അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലേ? നീ മാത്രമേ ഉള്ളൂന്ന് ചോദിക്കും. അതിനിപ്പോ എന്താ സച്ചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും നീ തന്നെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആരും നിന്നെ സഹായിക്കാൻ പോലും വരുന്നില്ലോ. അല്ല നീ മാത്രമല്ലല്ലോ ഇവിടെയുള്ള പെണ്ണുങ്ങളായിട്ട് വേറെ ഉണ്ടല്ലോ. മരുമക്കള് വേറെ 2 പേരും കൂടെ ഉണ്ട്. പിന്നെ അമ്മയുണ്ട്. ഒറ്റ ഒരുത്തി അടുക്കളയിൽ കയറി അങ്ങ് എഴുന്നില്ല. അമ്മയാണ് കയറുന്നില്ല. നീ മാത്രം എല്ലാവർക്കും കിടന്ന് വെച്ചു വിളമ്പുന്നു. അതിനുശേഷം നിന്റെ ജോലി ചെയ്യുന്നു. അത് പിന്നെ അവർക്കൊക്കെ ജോലിയുള്ളതല്ലേ എന്നും പറഞ്ഞോണ്ട് അപ്പൊ നിനക്ക് പൂ കെട്ടണ്ടേ? ദേ ബിസിനസ്സാ നമുക്ക് മുഖ്യം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങള്. രേവതി പറഞ്ഞു, അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളാം. അപ്പൊ അവരൊക്കെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അടുക്കള കയറി ജോലി ചെയ്തിട്ടാണോ പോകുന്നത്? അല്ലല്ലോ. അപ്പൊ നീ ആ രീതി നിന്നാ മതി എന്ന് പറയാ. രേവതി പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല സച്ചേട്ടാന്ന് പറയാ. അതെന്താ അങ്ങനെ? അങ്ങനെ അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, നീ ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിലേ ഇത് അവർക്കൊരു വളമാവും. പിന്നെ അറിയാതെ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. അതെ സച്ചിയാണെന്ന് മിണ്ടായിരിക്കുക, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി ഇത് മതി, ഇത് അങ്ങനെ അമ്മ കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയണം. സച്ചി പറഞ്ഞു, അതെ നിന്നെ പറഞ്ഞാൽ മതി, നീ എല്ലാവർക്കും ഇങ്ങനെ വളം വെച്ച് കൊടുക്കണേന്നൊക്കെ സച്ചി പറയാണ്. ആ സമയത്താണ് ചന്ദ്രമതി രേവതിയെ വിളിക്കുന്നത്. രേവതി ചായ എടുത്തില്ലേ, നീ അവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഈ ചായ കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ചായയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ നീ പൂവല്ലേ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കളപ്പണി മുഴുവൻ തീർത്തിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൂ കെട്ടാനോ എന്ത് കെട്ടാൻ വേണം പൊയ്ക്കോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പറഞ്ഞു, അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രേവതി തന്നെ ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യണമെന്ന് അമ്മയ്ക്ക് എന്നെ എത്ര നിർബന്ധം എന്ന് ചോദിക്കാം. അതെ അവളിവിടെ കിടന്ന് ജോലി ചെയ്ത് ഇത്രയും കാലം അവളല്ലേ, വേറെ ആരും ആണോ? അവള് ചെയ്തോളൂന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇവിടെ വേറെ ഉണ്ടല്ലോ പെണ്ണുങ്ങള്, അവർക്ക് ചെയ്താൽ എന്താ കുഴപ്പം? അത് അവരൊക്കെ ജോലിക്ക് പോകുന്നതെന്ന് പറയാം. അപ്പൊ ഇവളെന്താ, ഇവൾക്കൊരു ജോലിയില്ലേ? ഇവൾക്കും ഉണ്ടല്ലോ പൂ കെട്ടാനായിട്ട് പോന്നേ. ഓ വലിയ പൂ കെട്ടുന്ന ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കല്ലേ, ഒന്നും മിണ്ടായിരിക്കുക സച്ചി എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചേട്ടാ രാവിലെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, വെറുതെ എന്തിനാ വിട്ടുകളാ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പരാതിയും പരിഭവങ്ങളും ഇല്ലല്ലോ, ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തോളാന്ന് പറയണം. സച്ചി പറഞ്ഞു, നീ എന്തേലും ചെയ്യ, അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു, രാവിലെ നീ എന്തെങ്കിലും ഉണ്ടാക്കിയോ? കാപ്പിക്ക് ഉണ്ടാക്കി, അന്നെങ്കിൽ ഇനി ഉച്ചക്കത്തേന് എന്തൊരു കാര്യം ചെയ്യാം. അവൾക്ക് ഇഷ്ടമുള്ള ശ്രുതിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറയണേ. ശ്രുതിക്ക് ഇഷ്ടമുള്ളോ അല്ലെങ്കിൽ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുക, അത് മതി എന്ന് പറയാം. അമ്മേ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയണേ. എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ? അതെ അത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ കുറെ സമയം വേണം, എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. എന്നാ നീ ഒരു കാര്യം ചെയ്യ, ശ്രുതിയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടം നോക്കി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചി അങ്ങോട്ട് തിരിഞ്ഞു വന്നു. സച്ചി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ശ്രുതിക്ക് മാത്രം എന്താ ഇവിടെ കൊമ്പുണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഇവിടെ എല്ലാരും കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ചന്ദ്രമതി ചോദിച്ചു, മോൾക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കാണ്. അതിപ്പോ ആന്റി അങ്ങനെ അല്ല, മോൾക്ക് ഇന്ന് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, രേവതി ഉണ്ടാക്കി തരുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, എനിക്ക് വെജിറ്റബിൾ ബിരിയാണി മതി എന്ന് പറയണം. രേവതിക്കിട്ടൊരു പണി കൊടുത്താണ്. ആ സമയം രേവതിയെ നോക്കി. പിന്നീട് രേവതി പറഞ്ഞു, അതെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വേണം, അതൊന്നും ഇവിടെ ഇല്ല, വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്ന് പറയണം. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഇല്ലെങ്കിൽ മേടിക്കണം എന്ന് പറയണം. സച്ചി പറഞ്ഞു, ആഹാ അത് കൊള്ളാം, ഇല്ലെങ്കിൽ മേടിക്കണം, നല്ല കാര്യമല്ലേ. ശ്രുതി പറഞ്ഞു, അത് മേടിച്ചുണ്ടാക്കിയാ പോരെ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നിന്റെ ഭാര്യയ്ക്കല്ലടാ വെജിറ്റബിൾ ബിരിയാണി വേണ്ടേ, നീ പോയി വാങ്ങിച്ചോണ്ട് വരാൻ ശ്രുതിയോട് പറയണം. ഞാനാ? പിന്നെ നിനക്ക് എന്താ ഇവിടെ ജോലി? ഒരു ജോലിയും കൂലിയില്ല, നീ ഇവിടെ ഇരിക്കുവല്ലേ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, സച്ചിക്ക് അസൂയ, എന്റെ ഭർത്താവ് ഒരു ജോലിക്കാരനായിട്ട് പോവാ, ഇനി അധികം വൈകാതെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ കച്ചവടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും കണ്ട് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് സച്ചി ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാ. ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, എനിക്ക് അസൂയോ?
ഞാനെന്തിനാ ഇവനോട് അസൂയപ്പെടുന്നേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കടയുടെ കാര്യം ഇവനോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെ പൗഡർമേ നിങ്ങൾക്ക് തെറ്റിന്ന് പറയണം. ആ സമയം രേവതി പറഞ്ഞു, അതെ സച്ചിയേണ്ണ അങ്ങനെ അസൂയം കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ഇവിടെ ആർക്കുണ്ടെങ്കിലും എന്റെ സച്ചിയേണ്ണ അങ്ങനെ ഇല്ലാന്ന് പറയണം. ചന്ദ്രമതിക്ക് അത് സഹിച്ചില്ല. അതേടി നീ അങ്ങനെ തന്നെ പറയണം. അസൂയ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്കറിയാന്ന് പറയണം. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ ഇവൻ ബിസിനസ് തുടങ്ങോ ഇല്ലാതെ തുടങ്ങാതിരിക്കും ഇവന്റെ ഇഷ്ടം. പിന്നെ ഇവനും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അസൂയല്ല സന്തോഷം. കാരണം എന്താണെന്നറിയോ, അങ്ങനെയെങ്കിലും എന്റെ അച്ഛന്റെ പൈസ ഒന്ന് തിരികെ കൊടുക്കുമല്ലോ. ആ ഒരു സന്തോഷം സമാധാനം എന്റെ മനസ്സിലുള്ളെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമതി പറഞ്ഞു, അതെ അതൊന്നും കൂടുതൽ പറയണ്ട, നീ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയണം. രേവതി പറഞ്ഞു, പച്ചക്കറി മേടിച്ചോണ്ട് വരെ ഉണ്ടാക്കാന്ന് പറയണം. അവസാനം ശ്രുതി പറഞ്ഞു, ശ്രുതി പോയി പച്ചക്കറി മേടിച്ചോണ്ട് ഞാൻ പറയണം. ഞാൻ ഭാവിയിൽ ഒരു ബിസിനസ്മാനാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കട ഓപ്പൺ ചെയ്യുമെന്ന് പറയണം. ഓപ്പൺ ചെയ്യുമ്പോഴല്ലേ അപ്പോഴേക്കും രവീന്ദ്രനും അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ പോയി വാങ്ങിച്ചോണ്ട് വാ ശ്രുതി, ബിസിനസ് തുടങ്ങാൻ പോവല്ലേന്ന് ചോദിക്കണം. അപ്പൊ ബിസിനസിന്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഒരു കടയിൽ പോയി എങ്ങനെ മേടിക്കണം വിവരമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. അതിന് ഞാൻ പച്ചക്കറി കടയല്ല അച്ഛാ തുടങ്ങണേ, എന്ത് കടയാണെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം ശ്രുതി എന്ന് സച്ചി പറയാണ്. നീ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ എന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു പൈസ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ തരാന്ന് പറയണം. പിന്നീട് ശ്രുതി കൊണ്ടുപോയി 500 രൂപ കൊടുത്തിട്ട് ഇതാ പൈസ, പിന്നെ എല്ലാ പച്ചക്കറിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയണം. ശ്രുതിക്ക് അറിയില്ല എന്നറിയാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, കോളിഫ്ലവർ, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുകയാണ്. അത് മാത്രം മേടിച്ചാൽ മതി എന്ന് വേണം, എല്ലാ കാക്കലും വെച്ചൊക്കെ മേടിച്ചാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയി. ശ്രുതി പോയി ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് തിരിച്ചു വരുവാണ്. അപ്പോഴേക്കും സച്ചി വെച്ചു, നീ എന്താടാ എക്സ്പ്രസ് പോലെയാണോ പോയിട്ട് വന്നേ, നിന്നെ വേർത്തിട്ടൊന്നും ഇല്ലോന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ കാറിനാ പോയെന്ന് പറയണം. ഹോ ഇവിടുന്ന് ഒരു ഒരു 2 സെക്കൻഡ് അങ്ങ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കടയാ, അവിടം വരെ പോകാൻ ഇവൻ കാറ്, ഇങ്ങനെയാണ് നീ കുറച്ച് ബിസിനസ് നടത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് ശ്രുതിനെ. ശ്രുതി ആകെപ്പാടെ ഒന്ന് നാണം കെട്ടു. ഈ സമയത്ത് പച്ചക്കറി ശ്രുതിയുടെ ഇലയ്ക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ ഞാൻ കൊടുക്കുവാണ്. 10 രൂപ കൂടെ കൊടുത്തു. 490 രൂപയെന്ന് പറയണം. 490 രൂപ ഇത്രയും പച്ചക്കറിക്കോ? രേവതി അതും കൂടെ പോയി വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് രേവതി നോക്കി. ആകെപ്പാടെ 2 ക്യാരറ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഇത്രയും മേടിച്ചാലും 490 രൂപ ആവില്ല. കൂടെ ഇപ്പോൾ ഒരു 10-200 രൂപ അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ 490 രൂപ ഒന്നും മനസ്സിലാവുന്നില്ലോ. രേവതി വന്നിട്ട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും പൈസക്കുള്ള പച്ചക്കറി ഒന്നും ഇല്ലാന്ന് പറയണം. സച്ചി പറഞ്ഞു, ഇതെന്താടാ നീയാണ് സ്വർണം മേടിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുകയാണ്. ഇതെടപ്പം രവീന്ദ്രൻ ചോദിച്ചു, എടാ നീ പൈസ വല്ല അടിച്ചു മാറ്റിയോ? എന്റെ അച്ഛൻ ഞാൻ പൈസയൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് പറയാം. സച്ചി പറഞ്ഞു, പണ്ടേ ഇവന് അടിച്ചു മാറ്റിയ സ്വഭാവം ഉണ്ടല്ലോ, അപ്പൊ മിക്കവാറും ഇവൻ അടിച്ചു മാറ്റിയതായിരിക്കും എന്ന് പറയണം. പിന്നെ ഞാനൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് വട്ടം നിന്ന് തർക്കിക്കുവാണ്. ആ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ ശ്രുതി നിൽക്കുക. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, എടാ ശരിക്കും നീ നോക്കിയതാണോ? 490 തന്നെയാണ്. അതേ അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് കടയുടെ ഓണർ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്നിട്ട് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും പച്ചക്കറി മേടിച്ചാലും 490 രൂപയോ? ഇതെന്താ ഏട്ടാ ഇങ്ങനെ എന്ന് ചോദിക്കണം. അയ്യോ എന്റെ പെങ്ങളെ 490 രൂപ ആയില്ല, 190 രൂപ ആയാലെന്ന് പറയണം. 190? അതെ അതെ, ബില്ലടിക്കുന്ന മെഷീനിൽ ഒരു ചെറിയ കംപ്ലൈന്റ്, അപ്പൊ 490 അടിച്ചു വന്നേ. അത് അടിച്ചു വന്ന ഉടനെ പൈസ തന്നിട്ട് പുള്ളി ഇങ്ങോട്ട് പോന്നു. ഈ കാർ എടുത്തോണ്ട് പോന്നു കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചിട്ട് നിന്നില്ല, അപ്പൊ ബാലൻസ് പൈസ തരാൻ വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുകയാണ്. ബാലൻസ് പൈസയും കൊടുത്ത് അയാൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ സച്ചി ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ഇങ്ങനെ പോവാണെങ്കിൽ ഇവൻ നന്നായിട്ട് ബിസിനസ് നടത്തില്ലെന്ന് ചോദിക്കുകയാണ്. ഒരു പച്ചക്കറി മേടിക്കാൻ അറിയത്തില്ലാത്തവനാണ് വലിയൊരു ഷോപ്പ് നടത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതും നശിച്ചു പോകുന്ന എനിക്ക് തോന്നണെന്ന് പറയണം. ശ്രുതിനെ രൂക്ഷമായിട്ട് ശ്രുതി നോക്കിയിട്ട് ചോദിച്ചു, നീ അപ്പൊ വിലയൊന്നും ചോദിക്കാതെയാണോ ശ്രുതി വാങ്ങിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ എന്റെ പൊന്ന് ദൈവമേ, നിന്നെ കടയെ വിട്ട് എന്നെ വേണം പിടിച്ചിട്ട് അടിക്കാനെന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, സച്ചി നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കുക. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതെന്താച്ചാ? നിനക്കൊന്നും അറിയില്ല? പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായെന്ന് പറയാം. എന്താ? നാളത്തെ ദിവസമല്ലേ ശ്രുതി അച്ഛന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിപ്പോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ചിരി വന്നു. ചന്ദ്രമതി ചിരിക്കുകയാണ്. രേവതി രൂക്ഷമായിട്ട് സച്ചിനെ നോക്കി. അപ്പം സച്ചിയാണ് അത് മാത്രം അറിയത്തുള്ളല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ ഇത്? അത് മാത്രം നിനക്ക് ഓർമ്മയുള്ളോ? നാളെ നിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സച്ചിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നേ. സച്ചി ഒരുമാതിരി അമ്പരപ്പോടുകൂടി ഇങ്ങനെ
രവീന്ദ്രനെ നോക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.